ഇപ്പൊ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ. അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? അതുകൊണ്ട് ഇത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട. അതൊരു നല്ല കാര്യമല്ല. അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കള്ള വാഗ്ദാനങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും നാളിനിടയിൽ ഈ 2.5 വർഷത്തിനിടെ എന്തെങ്കിലും കള്ള വാഗ്ദാനം തന്നിട്ടുണ്ടോ? പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ സാധിച്ചു തരാതിരുന്നുണ്ടോ? ഗണേഷ് കുമാർ പറഞ്ഞതേ നടക്കുന്നതേ പറയൂ, പറഞ്ഞാൽ ചെയ്തിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. എന്നെ പ്രിയങ്കരനായ എന്റെ സഹപ്രവർത്തകൻ, എന്റെ അനുജനുമായ ഹൈബി ഈഡൻ എന്നെ പറ്റി നല്ല വാക്ക് പറഞ്ഞപ്പോൾ പലരും അയാളെ ചീത്ത വിളിച്ചു. സത്യമല്ലേ പറഞ്ഞ? ഹൈബി ഈഡൻ ഒരു MP എന്ന നിലയിൽ പലവട്ടം, MLA പലവട്ടം എറണാകുളം ബസ് സ്റ്റേഷൻ ഒന്ന് വൃത്തിയാക്കി തരണം എന്ന് എല്ലാവരുടെയും കൈയും കാലും പിടിച്ച് നാണക്കേടായിരുന്നു. അവർക്ക് MP-മാർക്ക് MLA-മാർക്ക് നാണക്കേടായിരുന്നു. അതൊന്ന് പരിഹരിക്കണമെന്ന് നമ്മുടെ മന്ത്രി രാജീവ് അടക്കമുള്ള ആളുകൾ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും കേട്ടില്ല. ഞാനത് കേട്ടത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു. ഞങ്ങളത് സമയബന്ധിതമായി CMD-യെ മിക്കവാറും ആഴ്ചകൾ അവിടെ നിർത്തി അതിമനോഹരമായി നമ്മൾ BPSC-യിലും സ്പോൺസർമാരെ വെച്ച് KSRTC പണം ചെലവാക്കിയില്ലെന്ന് അറിയണം. MLA ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് അതിനെ അതിമനോഹരമാക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു കടയ്ക്ക് വാടക പോയിരിക്കുന്നത് 85,000 രൂപയ്ക്കാണ്. 75,000 85,000 രൂപ എന്താ? 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും പോലും സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്കൊരു മാസം ഏതാണ്ട് 1.5 കോടി രൂപയുടെ വരുമാന വർധനമാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു മാസം നമുക്ക് അവരുണ്ടാക്കി തന്നത്. വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഹെഡ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ കാലം മാറിയിരിക്കുന്നു. എസ്റ്റേറ്റ് സെക്ഷനിൽ നിന്ന് 18 പേരെ ഒരുമിച്ച് സ്ഥലം മാറ്റി. അപ്പൊ എന്നോട് MD തന്നെ ചോദിച്ചു, സാറേ എല്ലാവരോടും മാറ്റിയാൽ ഇത് എന്താവുമെന്ന് വെച്ചാൽ, ഇത് എല്ലാവരോടും മാറ്റിയാൽ നന്നാവുമെന്ന് പറഞ്ഞു. എല്ലാവരോടും മാറ്റിയപ്പോൾ നന്നായി. അത് അത്ഭുതകരമായ വളർച്ചയാണ് അവർ കൈവരിക്കാൻ കഴിഞ്ഞത്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ജീവനക്കാരാണ് ഈ വിജയത്തിന്റെ പുറകിലുള്ളത്. ജീവനക്കാരെ മറന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മുന്നോട്ട് പോകില്ല. ജീവനക്കാരോട് എന്നും സ്നേഹത്തോടെ ഞങ്ങൾ പെരുമാറുകയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി തൊഴിലാളി സംഘടനകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ചരിത്രപരമായി അദ്ദേഹം തൊഴിലാളികൾക്ക് എന്നും തൊഴിലാളികളുടെ ആവേശമാണ്. തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു ധീര സഖാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വരികയില്ല. അദ്ദേഹം നമ്മൾ KSRTC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഏതാണ്ട് 650 കോടി രൂപ അദ്ദേഹം എഴുതി തള്ളിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന കാലം മുതൽ KSRTC നൽകിയത് 10,000 കോടി രൂപയാണ്. നിങ്ങളെ നിലനിർത്താൻ, ഈ മഹാപ്രസ്ഥാനത്തെ നിലനിർത്താൻ നമുക്ക് നൽകിയത് 10,000 കോടി രൂപയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ആശുപത്രിയിലെ ആനുകൂല്യങ്ങൾ കൂടി ഞാൻ പ്രഖ്യാപിക്കാം. ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടാവുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. നമുക്ക് ഏതാണ്ട് 10 സ്പെഷ്യാലിറ്റികളാണ് നമുക്കുള്ളത്. നമുക്കുള്ള സ്പെഷ്യാലിറ്റികൾ കാർഡിയോളജി, ഓങ്കോളജി, ഗൈനക്കോളജി, ENT, നേത്രരോഗ വിഭാഗം, നെഫ്രോളജി, ഓർത്തോ, ഡെന്റൽ, മനോരോഗം, സൈക്കാട്രി, സർജറി, ന്യൂറോ. ഇത്രയും സേവനം നമ്മൾ കിട്ടും. അതിന് വിദഗ്ധരായ നമ്മുടെ ഡോക്ടർ കൂടാതെ വിദഗ്ധരായ ഡോക്ടർമാർ എല്ലാ ദിവസവും 2-3 ഡോക്ടർമാർ വീതം മൂകാംബിക മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ വരികയും അവരുടെ സേവനം നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും. ഇവിടെ നമ്മുടെ നടത്തുന്ന ടെസ്റ്റുകൾ, രക്തപരിശോധനയുടെ എല്ലാം ഉണ്ട്. ലിവർ ടെസ്റ്റ് ഉണ്ട്, തൈറോയ്ഡ് ടെസ്റ്റ് ഉണ്ട്, എല്ലാം വിലപിടിപ്പുള്ള ടെസ്റ്റുകൾ. ഈ ടെസ്റ്റ് എല്ലാം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരും. ജീവനക്കാർക്ക് അവിടെ 10%, അതിൽ 10% സൗജന്യമുണ്ട്. അടുത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. ജീവനക്കാർക്കും ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ അമ്മമാരുണ്ടല്ലോ, പ്രായമായ അമ്മമാർ, ആരും ആശുപത്രി കൊണ്ടുപോകാൻ പോലില്ലാത്ത അമ്മമാര്, അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം MRI സ്കാൻ ചെയ്യാൻ വെളിയിൽ ചിലവ് 7,000 രൂപ, 2,500 രൂപയ്ക്ക് ഇവിടെ ചെയ്തു കൊടുക്കും. ഇവിടെ നിന്ന് അവരെ സൗജന്യമായി വാഹനത്തിൽ കയറ്റി മൂകാംബിക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അതുപോലെ അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1,500 രൂപയാണ് വെളിയിൽ ചാർജ് ചെയ്യുന്നത്. ഇവിടെ 500 രൂപയെ ചാർജ് ചെയ്യും. 500 രൂപ ഇതാണ് നമ്മുടെ ചാർജ്. അത് ഈ ആശുപത്രിയിലേക്കും തിരിച്ചിങ്ങോട്ടും സൗജന്യമായി വാഹനത്തിൽ നമ്മൾ വരുന്ന പേഷ്യൻസിനെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അതേ തുടർന്നുള്ള ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനും മൂകാംബിക മെഡിക്കൽ കോളേജ് നമുക്ക് വളരെ സൗജന്യമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ടല്ലോ അല്ലേ, അവിടെ ചെല്ലുമ്പം സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് ഫുഡും തരും, അതും തരും. KSRTC ജീവനക്കാർക്ക് മാത്രമല്ല, ജീവനക്കാർക്ക് ഇതിൽ പറയുന്നതിൽ 10% പിന്നെയും കുറവുണ്ട്. പക്ഷെ സാധാരണ ജനങ്ങൾ, ഞാൻ പറയാം, ഇതിലേക്ക് സൈക്കിളിൽ ഓട്ടി കൊണ്ട് പോകുമ്പോൾ, മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ഒരുപാട് അമ്മമാര്, പ്രായം ചെന്ന അമ്മമാർ ഇങ്ങനെ ആ അഗ്രഹാരത്തിന്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ മണക്കാടോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാര്, ഉമ്മമാര്, പാവങ്ങൾ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ പോകാൻ ഒരു സ്ഥലമില്ല. അവർക്ക് മെഡിക്കൽ കോളേജിൽ ഒരു വണ്ടി പിടിച്ചു പോകാൻ പോലും അവർക്ക് പ്രയാസമാണ്. നല്ല ഡോക്ടർമാർ വരും, അവർ പരിശോധിക്കും. പുറത്തുനിന്നുള്ളവർക്ക് മാത്രമേ കൺസൾട്ടിങ് ഫീ ഉള്ളൂ.
സ്പെഷ്യലിസ്റ്റിന്റെ കൺസൾട്ടിങ്ങിന് 100 രൂപയും നോർമൽ കൺസൾട്ടേഷൻ 50 രൂപ അല്ലെ 50 രൂപയാണ്. അതുകൂടാതെ KSRTC ജീവനക്കാർക്ക് പൂർണ്ണമായി കൺസൾട്ടേഷൻ സൗകര്യം. ഇവിടെ ഇരിക്കുമ്പോൾ ഇറങ്ങി വന്ന് വല്ലപ്പോഴും ഒന്ന് ഡോക്ടറെ കണ്ടോണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അഭിപ്രായം. ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സന്തോഷമായിട്ടിരുന്ന് ജോലി ചെയ്തു. പിന്നെ വിശക്കുമ്പം വല്ലതും കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. ഒന്ന് പരിശോധിച്ചിട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല, ഷുഗറില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ തിന്നാം. ഞാൻ വന്നപ്പോഴേ എനിക്കൊരു മുട്ടായി തിന്നു. ഈ സന്തോഷത്തിൽ ഞാൻ മുട്ടായി അങ്ങ് തിന്നു അവിടെ വെച്ചപ്പോൾ TV-യിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇയാൾ മുട്ടായി കാണാത്ത ഏതോ ആളാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവരടുത്ത് വെച്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇയാൾ ആദ്യമായിട്ട് മുട്ടായി തന്നെയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു മുട്ടായി തിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഷുഗറിന്റെ അസുഖമില്ല, അതുകൊണ്ട് മുട്ടായി കഴിക്കാം. പിന്നെ മധുരം കഴിക്കാത്ത തടിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വേണ്ട ഇലക്ഷൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് എല്ലാ എന്റെ സഹോദരങ്ങളാണ്, എന്റെ സുഹൃത്തുക്കളാണ്. ഒന്നിച്ചാണ് KSRTC മുന്നോട്ട് നയിച്ചത്. എല്ലാവരോടും നന്ദി പറഞ്ഞു. പെൻഷൻകാരും പറഞ്ഞല്ലോ, പെൻഷൻകാരുടെ DA-യുടെ കാര്യവും പരിഗണിക്കും. പെൻഷൻകാരുടെ ആശുപത്രി പെൻഷൻകാർക്കുണ്ടല്ലോ, അത് പറഞ്ഞു. പെൻഷൻകാർക്ക് ആശുപത്രി ഉപയോഗിക്കാം. അവർക്കും ഈ പറഞ്ഞ KSRTC ജീവനക്കാർക്ക് കിട്ടുന്ന സൗജന്യങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞ കൺസൾട്ടേഷൻ ഫീ ഇല്ല, ആ സൗജന്യങ്ങളെല്ലാം. നാഷണൽ പെൻഷൻകാരനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പെൻഷൻകാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും KSRTC പെൻഷൻ അത് പോയില്ല, കയ്യിൽ നിന്ന് പോയിട്ടില്ല. മോഹൻലാലിനെ വെച്ച് പരസ്യം എടുത്തപ്പം MD-യോട് ചോദിച്ചു, മണി അടിക്കാൻ ഞാനിവിടെ വരട്ടോ സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മോഹൻലാൽ മാത്രം മതി, ഉള്ളിയും കൂടെ മണി അടിക്കണ്ട എന്ന് ഞാനാണ് പറഞ്ഞത്. മോഹൻലാലിന്റെ പരസ്യത്തിൽ ഒരാഗ്രഹം, മോഹൻലാലിന്റെ ബസ്സിനൊന്ന് മണി അടിച്ചാൽ കൊള്ളാമെന്ന്. ഞാൻ പറഞ്ഞു അത് വേണ്ട, മോഹൻലാൽ എന്നെ പണ്ട് പഠിക്കുന്ന കാലത്ത് മോഹൻലാൽ ബെല്ലടിക്കുന്ന ആളാ, അതുകൊണ്ട് മോഹൻലാൽ അടിച്ച് മോഹൻലാൽ എന്നെ ഓടിച്ചോളും എന്ന് MD-യോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളുണ്ടല്ലോ, മോഹൻലാലിനെ പോലുള്ള മഹാനടന്മാർ നമുക്ക് വേണ്ടി പരസ്യം ചെയ്തതാണ് സൗജന്യമായിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രിയദർശനെ പോലെ വലിയ സംവിധായകർ, ഏറ്റവും വലിയ സംവിധായകരുള്ള പ്രിയദർശൻ സൗജന്യമായി ഒരു പൈസ പോലും പറ്റാതെ KSRTC വേണ്ടി അദ്ദേഹം അത് ചെയ്തത്. 2 കാര്യങ്ങളാണ്. KSRTC അവർ വ്യക്തിപരമായി മനസ്സിൽ ഇഷ്ടപ്പെടുന്നു, എന്നെ വ്യക്തിപരമായി അവർ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് വിരോധിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും. എന്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിത ഞാൻ മുറിച്ചു തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് പിന്നെ ഒരു വിലയില്ല. മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാകാത്ത. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇന്റർവ്യൂ തന്നതും എന്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറെ നാളായിട്ട് ചോദിച്ചു തന്നു. പക്ഷെ തന്നതിന്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു ആശുപത്രിയുടെ ഈ ഡയാലിസിസ് സെന്ററിന്റെയും, ഡയാലിസിസ് സെന്റർ നമുക്ക് നൽകിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് സ്പോൺസർ ചെയ്തത്. 2 മെഷീൻ വന്നു. ഇനി 5 എണ്ണം കൂടി ഉടനെ വരും. അത് കൂടാതെ മൊത്തം 3 എണ്ണം. അപ്പോൾ ഇപ്പൊ വന്ന 2, 5, 10 ബെഡുകളിൽ ഡയാലിസിസ് ചെയ്യുന്നതായിരിക്കും. അത് ഏറ്റവും കോസ്റ്റിലായിരിക്കും. അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ നിന്നും വളരെ തുച്ഛമായ പൈസ മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ഫാർമസിയിലും ഏറ്റവും നേരിയ മാർജിൻ എടുത്തുകൊണ്ട് എല്ലാ മരുന്നുകളും കൊണ്ട് നിറച്ചിരിക്കും. അതിനുള്ള ഏർപ്പാട് ഞാൻ MD-യോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മരുന്നുകളും ഇവിടെ ലഭിക്കത്തക്ക രീതിയിൽ, അതും ഏറ്റവും കുറഞ്ഞ തുച്ഛമായ കാരുണ്യ മെഡിക്കലിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപക്ഷെ ആ എമൗണ്ട് അല്ലെങ്കിൽ അതിനടുത്തുള്ള എമൗണ്ടിൽ വെളിയിൽ കിട്ടുന്നതിനേക്കാളും തുച്ഛമായ മാർജിൻ മാത്രം നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മാർജിൻ മാത്രം എടുത്തുകൊണ്ട് എല്ലാവർക്കും, അത് ജീവനക്കാർക്കും തരും, നാട്ടുകാർക്കും തരും. അതിന്റെ സൗജന്യം ജീവനക്കാർക്ക് ഒരു പ്രത്യേക ശതമാനം, നാട്ടുകാർക്ക് ഒരു പ്രത്യേക, ഏതായാലും മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വില കുറച്ച് മരുന്നുകൾ നിങ്ങൾക്ക് തരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു ഡിസ്പെൻസറിയുടെയും നമ്മുടെ ഈ ഹോസ്പിറ്റൽ KSRTC മെഡിക്കൽ സെന്ററിന്റെയും ഡയാലിസിസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം ദൈവനാമത്തിൽ ആർക്കും അസുഖം വരാതിരിക്കട്ടെ, ഇതിനാരും വലിയ തിരക്കുണ്ടാവാൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ കോവിഡ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. പെട്ടെന്ന് അടച്ചു പോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കുക. ഇത് അടച്ചു പോണേന്ന് പ്രാർത്ഥിക്കുന്നില്ല, തുറന്നിരിക്കട്ടെ, ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ, ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം, KSRTC മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും നിർവഹിച്ച